ഒരു സന്തോഷമുള്ള ജീവിതം കിട്ടുന്നില്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എല്ലാവരും ആഗ്രഹിക്കുകയാണ്, പടച്ചവനെ എവിടെ നിന്നാണ് സമാധാനം കിട്ടുന്നത്, എവിടെ നിന്നാണ് സന്തോഷമുള്ള ഒരു ജീവിതം കിട്ടുന്നത്, അത് എങ്ങനെയാണ് നേടിയെടുക്കാൻ കഴിയുന്നത്? വീടിന്റെ അകത്ത് സമാധാനമില്ല, കുടുംബജീവിതത്തിൽ സമാധാനമില്ല, പടച്ചവനെ മക്കളിൽ സമാധാനമില്ല, ഒന്നിലും സമാധാനമില്ലാതെ പടച്ചവനെ എങ്ങനെയെങ്കിലും പടച്ചവനെ ഒരു നല്ല ജീവിതം കിട്ടണമെന്ന ആഗ്രഹത്തോടെ എവിടെ നിന്നാണ് സമാധാനം നേടിയെടുക്കാൻ കഴിയുന്നതെന്ന് പറഞ്ഞ് തിരഞ്ഞുകൊണ്ട് നടക്കുന്നവര് അത് പണം കൊടുത്ത് വാങ്ങാൻ പറ്റുന്നതല്ല, ആൾബലം കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്നതല്ല, പടച്ചവനെ രാഷ്ട്രീയ ബലം കൊണ്ടെടുക്കാൻ പറ്റുന്നതല്ല, പിന്നെ അത് പടച്ച റബ്ബ് തരണമല്ലോ. അത് അല്ലാഹുവിന്റെ അനുഗ്രഹമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സമാധാനമെന്ന് പറയുന്നത് അല്ലാഹു തരുന്ന ഒരു അനുഗ്രഹമാണ്. അത് അല്ലാഹ് ഇഷ്ടപ്പെട്ടവർക്കേ കൊടുക്കൂ, അത് അല്ലാഹ് ഇഷ്ടപ്പെട്ടവർക്കേ കൊടുക്കൂ. അത് കിട്ടണമെങ്കിൽ പടച്ചവനെ കഷ്ടപ്പാടുണ്ട്. എങ്ങനെയാണ് സമാധാനമുള്ള ജീവിതം കിട്ടുന്നത്? അത് വെറുതെ കിട്ടില്ലല്ലോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുന്നു, സമാധാനമുള്ള ഒരു ജീവിതം വേണോ, സന്തോഷമുള്ള ഒരു ജീവിതം വേണോ? ഈ ദുനിയാവിൽ അല്ലാഹു തന്നിരിക്കുന്ന ആയുസ് സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിച്ച് മരിക്കുമ്പോ സമാധാനത്തോടുകൂടി അല്ലാഹുവേ ഷഹാദത്ത് കലിമ പറഞ്ഞുകൊണ്ട് വെള്ളിയാഴ്ച രാവിലോ പകലിലോ നന്മ ചെയ്ത് തൗബ ചെയ്ത് പടച്ചവനെ ഷഹീദിനെ പോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുറക്കെ പറഞ്ഞുകൊണ്ട് ഷഹീദിനെ പോലെ മരിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ, സമാധാനമുള്ള ഒരു ജീവിതം കിട്ടാൻ, ഈ ദുനിയാവിലെ സന്തോഷമുള്ള ഒരു ജീവിതം കിട്ടാൻ അതിനുള്ള വഴി എന്താണെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ, മൻ അമില സ്വാലിഹൻ മിൻ ദകരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറഞ്ഞു തരികയാ, ഈ ദുനിയാവിലൊരു നല്ല ജീവിതം കിട്ടാൻ, ഈ ദുനിയാവിലൊരു സമാധാനമുള്ള ജീവിതം കിട്ടാ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, മൻ അമില സ്വാലിഹൻ മിൻ ദകരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ ഫലനുഹയ്യന്നഹു ഹയാതൻ ത്വയ്യിബാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാണ്, ഹയാതൻ ത്വയ്യിബാ, ഒരു നല്ല ജീവിതം അല്ലാഹു നിങ്ങൾക്ക് തരും സഹോദരാ. ഒരു സമാധാനമുള്ള ജീവിതം, ഒരു സന്തോഷമുള്ള ജീവിതം, ഒരു ആനന്ദമുള്ള ജീവിതം. കൊട്ടാരമില്ല കുടിലാണെങ്കിലും ചോർന്നൊലിക്കുന്ന കൂരയാണെങ്കിലും സമാധാനമുണ്ടല്ലോ. പടച്ചവനെ മട്ടനും മന്തിയും ഇല്ലെങ്കിലും കഞ്ഞിയും പയറുമാണെങ്കിലും തിന്നാ വയറ് നിറയുമല്ലോ. പടച്ചവനെ നമ്മുടെ പൊന്നാര മക്കളെ കാണുമ്പോ തൃപ്തിപ്പെടാൻ കഴിയുന്നുണ്ടല്ലോ. സൗന്ദര്യമില്ലാത്തവളാണെങ്കിലും അവളുടെ കൂടെ കിടക്കുമ്പോ പടച്ചവനെ നമുക്ക് തൃപ്തി ലഭിക്കുന്നല്ലോ. അല്ലാഹു തന്നതിൽ മുഴുവനും ബറക്കത്ത് ലഭിച്ച സമാധാനത്തോടെ സന്തോഷത്തോടുകൂടി ഈ ദുനിയാവിൽ ജീവിക്കണമെങ്കിൽ അല്ലാഹു പറയുന്നു, മൻ അമില സ്വാലിഹാ, സൽക്കർമ്മങ്ങൾ അധികമായിട്ട് നിങ്ങൾ പ്രവർത്തിക്കണേ, ഒരുപാട് നന്മകൾ നിങ്ങൾ ചെയ്യണേ, ഒരുപാട് സൽക്കർമ്മങ്ങൾ നിങ്ങൾ ചെയ്യണേ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, വല്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെയാ ഞാനും നിങ്ങളും കടന്നു പോകുന്നത്. പരീക്ഷണത്തിന്റെ തീച്ചൂളയിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നു പോകുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, സന്തോഷമുള്ള ഒരു ജീവിതം വേണോ, സമാധാനമുള്ള ഒരു ജീവിതം വേണോ? അങ്ങനെയുള്ള ജീവിതം കിട്ടാനുള്ള വഴി എന്തെന്നറിയോ? നിനക്ക് തോന്നുന്നത് പോലെ ജീവിച്ചാ പോരാ, നിനക്ക് തോന്നുന്നത് പോലെ ജീവിച്ചാ പോരാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ദീനും പറയുന്ന രീതിയിൽ, അല്ലാഹുവിന്റെ പ്രവാചകന് പറഞ്ഞു തരുന്ന രീതിയിൽ നമ്മൾ ജീവിച്ചാൽ പടച്ചവനെ സമാധാനം കിട്ടുമല്ലോ. അത് തേടി നടക്കുന്നവരുണ്ടല്ലോ. പടച്ചവനെ എല്ലാവരും മഹാന്മാരെ ഇഷ്ടപ്പെടുന്നവരാണ്. മക്ബറകളിലേക്ക് പടച്ചവനെ സ്നേഹിക്കണമല്ലോ, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെ സ്നേഹിക്കണമല്ലോ.
മക്ബറയാണല്ലോ, അവിടെ പോയി ദുആ ചെയ്യുന്നവരാണല്ലോ. ആ മക്ബറകളുടെ മുന്നിലേക്ക് കടന്നു ചെല്ലുമ്പോ ഏകദേശമുള്ള ഏത് മക്ബറയുടെ മുമ്പിലേക്ക് കടന്നു ചെന്നാൽ അവിടെ ഒരായത്ത് എഴുതി വച്ചിരിക്കുന്നത് കാണാം. എല്ലാ മക്ബറകളുടെ മുന്നിലും പടച്ചവനെ ഒരായത്ത് എഴുതി വച്ചിരിക്കുന്നത് കാണാം. അത് വെറുതെ എഴുതി വച്ചിരിക്കുന്നതല്ല, അത് വെറുതെ എഴുതി വച്ചിരിക്കുന്നതല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാന്മാരെ സ്നേഹിക്കണം, അവരെ ആദരിക്കണം, അവരെ ബഹുമാനിക്കണം, അവരെ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ നമ്മൾ കൊണ്ടു നടക്കണം. അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? എന്തിനാ ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നവരുണ്ട്. ഇതിന്റെ ആവശ്യമുണ്ടോ എന്ന് ബുത്തുബിന് ബറാഇന്റെ ബോധം നഷ്ടപ്പെടുകയാ. പിന്നെ എപ്പോഴെങ്കിലും ആയിരിക്കും വരുന്നത്. വളരെ പ്രയാസത്തിൽ കിടക്കുകയാണെന്നറിയുമ്പോ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് കാണാ പോകുകയാണ്. ഈ ചെറുപ്പക്കാരൻ രോഗം പിടിച്ച് കിടക്കുന്നതാണെന്നറിയുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് രോഗസന്ദർശനം നടത്താ കടന്നു പോവുകയാ. അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരുപാട് ദൂരം സഞ്ചരിച്ചു. തൽഹത്ത് ബിൻ ബറാ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ വീടിനകത്തേക്ക് മുത്തുനബി കടന്നു വരുമ്പോ ബോധമില്ലാതെ കിടക്കുകയാ, ബോധം നഷ്ടപ്പെട്ട് കിടക്കുകയാ. അള്ളാഹുവിന്റെ പ്രവാചകൻ അടുത്ത് പോയിരുന്നു. റസൂലുള്ളാഹി തങ്ങൾ ദുആ ചെയ്തു. പടച്ചവനെ ഒരുപാട് സമയം അവിടെ ഇരുന്നു. പക്ഷേ തൽഹത്ത് ബിൻ ബറാഇന് ബോധം വരുന്നില്ല, അവിടെന്ന് ബോധം വന്നില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരുപാട് നേരം അവിടെ സമയം ചെലവഴിച്ചു. അവസാനം അവിടെന്ന് ഇറങ്ങുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകന് മനസ്സിലായി, പടച്ചവനെ ഈ ചെറുപ്പക്കാരൻ മഹാനായ തൽഹത്ത് ബിൻ ബറാഇന്റെ മരണം അടുത്തിരിക്കുകയാണ്. സക്കറാത്തിന്റെ അവസ്ഥയിലാണ്, മരണത്തിന്റെ അടയാളങ്ങൾ കാണുന്നുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് മനസ്സിലായി. കുടുംബക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ ചെറുപ്പക്കാരൻ മരിച്ച, ഈ തൽഹത്ത് ബിൻ ബറാഅ മരിച്ച എന്നെ അറിയിക്കണമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകന് കുടുംബക്കാരോട് പറയുകയാ. എപ്പോ മരിച്ചാലും എന്നെ അറിയിക്കണേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് കുടുംബക്കാരോട് പറഞ്ഞു കൊടുത്തിട്ട് പോകുകയാ. എന്റെ പ്രിയമുള്ളവരെ, തൽഹത്ത് ബിൻ ബറാഇന് ബോധം വന്നു. കുടുംബക്കാര് പറഞ്ഞു, തൽഹാ നീ എത്ര വലിയ ഭാഗ്യവാനാ, അല്ലാഹുവിന്റെ പ്രവാചകൻ നിന്നെ കാണാമെന്നല്ലോ, അല്ലാഹുവിന്റെ റസൂൽ രോഗസന്ദർശനം നടത്തിയല്ലോ, നിനക്ക് വേണ്ടി ദുആ ചെയ്തല്ലോ. കുടുംബക്കാരോട് ചോദിച്ചു, അല്ലാഹുവിന്റെ പ്രവാചകൻ എന്താണ് പറഞ്ഞത്, എന്താണ് പറഞ്ഞത്? അവിടെന്ന് പറഞ്ഞു, ത്വൽഹാ നീ മരിച്ചാൽ അറിയിക്കണമെന്ന് പറഞ്ഞിട്ടാ പോയത്. തൽഹത്ത് ബിൻ ബറാഅ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറയുകയാ, ഞാൻ രാത്രിയിലാണ് മരിക്കുന്നതെങ്കിൽ, ഞാൻ രാത്രിയിലാണ് മരിക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനോട് പറയല്ലോ, ഞാൻ രാത്രിയിലാണ് മരിക്കുന്നതെങ്കിൽ നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയരുത്. കാരണം എന്തെന്നറിയുമോ? ഇദാ മിത്ത ഫലാ തുർസിൽ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലിഅന്നി അഖാഫു അലൈഹി മിനൽ യഹൂദ്. ഞാൻ രാത്രിയിലാണ് മരിക്കുന്നതെങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ അറിഞ്ഞാൽ അങ്ങ് മക്കത്ത് നിന്ന് മദീനത്ത് നിന്ന് എന്റെ വീട്ടിലേക്ക് അല്ലാഹുവിന്റെ പ്രവാചകന് കടന്നു വരുമല്ലോ, ഒരുപാട് ദൂരം സഞ്ചരിക്കണമല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ ആരെങ്കിലും ഉപദ്രവിക്കുമോ എന്ന് എനിക്ക് വല്ലാത്ത പേടിയാ. അല്ലാഹുവിന്റെ റസൂലിനെ ആരെങ്കിലും ഉപദ്രവിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ട് റസൂലുള്ളയോട് പറയല്ലേ. തൽഹത്ത് ബിൻ ബറാഅ രാത്രിയിലാണ് മരണപ്പെടുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞില്ല. പടച്ചവനെ, അവസാനം അല്ലാഹുവിന്റെ റസൂൽ കുടുംബക്കാരെ കണ്ടപ്പോ അവിടുന്ന് ചോദിച്ചു, തൽഹത്ത് ബിൻ ബറാഇന് എങ്ങനെയുണ്ട് നബിയേ? യാ റസൂലല്ലാഹ്
അല്ലാഹുവിന്റെ പ്രവാചകരെ, തൽഹത്ത് ഇബ്നു ബറാഉ മരണപ്പെട്ടു നബിയേ. റസൂലുള്ളാഹി ചോദിച്ചു, നിങ്ങളോട് ഞാൻ പറഞ്ഞതാണല്ലോ, എന്നോട് പറയണമെന്ന് പറഞ്ഞതാണല്ലോ, എന്തുകൊണ്ടാണ് നിങ്ങൾ പറയാതിരുന്നത്? യാ റസൂലല്ലാഹ്, മരിക്കുന്നതിന് മുമ്പ് ഞങ്ങളോട് വസിയ്യത്ത് ചെയ്തിരുന്നു നബിയേ. രാത്രിയിലാണ് മരിക്കുന്നതെങ്കിൽ അങ്ങയെ ബുദ്ധിമുട്ടിക്കരുത്, അങ്ങയോട് പറയരുതെന്ന് വസിയ്യത്ത് ചെയ്തിട്ടാ മരിച്ചത്. റസൂലുള്ളാഹി തങ്ങൾക്ക് വല്ലാത്ത വിഷമമായി. എവിടെയാണ് ഖബറ്, എവിടെയാണ് ഖബറ്? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ഖബറിലേക്ക് കടന്നു പോവുകയാ. സ്വഹാബത്ത് കാണിച്ചു കൊടുത്തു, കുടുംബക്കാരെ കാണിച്ചു കൊടുത്തു. അല്ലാഹുവിന്റെ പ്രവാചകൻ ആ ചെറുപ്പക്കാരന്റെ ഖബറിന്റെ ചാരത്തേക്ക് കടന്നു പോവുകയാ. അല്ലാഹുവിന്റെ റസൂൽ ഖബറിന്റെ ചാരത്ത് നിന്ന് നിസ്കരിച്ചു. ആ ഖബറിന്റെ ചാരത്തിരുന്ന് ദുആ ചെയ്യുകയാണ്. ആ ദുആ കേട്ടപ്പോ ചുറ്റുഭാഗത്ത് കൂടി നിന്നവരുടെ കണ്ണ് നിറയുകയാ. എല്ലാവരും അത്ഭുതപ്പെടുകയാണ്, എല്ലാവരും അത്ഭുതപ്പെടുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ദുആ ചെയ്യുകയാ. അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യുന്നത് കേട്ടപ്പോ പടച്ചവരെ, സ്വഹാബികൾ അവിടുന്ന് കോരിത്തരിച്ചു പോവുകയാണ്. എന്തൊരു ദുആയാ പടച്ചവര്! എന്താണ് ദുആ ചെയ്തതെന്നറിയുമോ? അല്ലാഹുമ്മൽ ഖതൽ ഹത്ബനു ബറാ وأنت يضحك إلي ويضحك إليك. ലോകത്തൊരാൾക്ക് വേണ്ടിയും അല്ലാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ ദുആ ചെയ്തിട്ടില്ല. ഒരൊറ്റാൾക്ക് വേണ്ടിയും റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങനെ ദുആ ചെയ്തിട്ടില്ല. അത്രയും മനോഹരമായ ദുആ, അങ്ങനെ കൊതിപ്പിക്കുന്ന ദുആ. എന്താണ് ദുആ ചെയ്തതെന്നറിയുമോ? അല്ലാഹുമ്മ